ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല, MG സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല റിലേറ്റ് ചെയ്ത് 4 ഇയർ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കംപ്ലീറ്റ് ആയി. ആൻഡ് കേരളയുടെയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും റിസൾട്ടുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ബാക്കിയുള്ള സർവകലാശാലകൾ വരും ദിവസങ്ങളിൽ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതലും നമ്മൾ കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള സ്റ്റുഡൻസ് എങ്ങനെയാണ്, സപ്ലിമെൻ്ററി എക്സാംസ് ഉണ്ടാകുമോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഒക്കെ ഉണ്ടാവും, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം നിലവിൽ 4 ഇയർ കോഴ്സ് പുതിയതായി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ റൂൾസിലും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് 45 ഡേയ്സിനുള്ളിൽ തന്നെ സപ്ലിമെൻ്ററി എക്സാമുകൾ നടത്തണം എന്നുള്ളതാണ്. ഈ ഒരു 4 ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് വളരെ മുമ്പ് തന്നെ ഡോട്ടോസിറ്റി അരവിന്ദ് കുമാർ സാറിൻ്റെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണ കമ്മിറ്റി ഓൾറെഡി ശുപാർശ ചെയ്തൊരു കാര്യമായിരുന്നു. ഈ ഒരു സെമസ്റ്റർ ബേസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് അധികം വൈകാണ്ട് തന്നെ എക്സാമുകൾ, സപ്ലിമെൻ്ററി എക്സാംസ് നടത്തേണ്ടതാണ്. കാരണം ഒരു ടൈം കഴിയുന്ന സമയത്ത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെമ്മുമായിട്ടുള്ള ടച്ച് വിട്ടുപോകും. പുതിയ സെമസ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാടേറെ ഇഷ്യൂസ് അതിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ടോപ്പിക്കുകളൊക്കെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സപ്ലിമെൻ്ററി എക്സാമുകൾ നേരത്തെ നടത്തണം എന്നുള്ളത് ഓൾറെഡി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു 4 ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ബേസിലായാലും നമ്മളിപ്പം മൈനർ മേജർ കോഴ്സുകളൊക്കെ സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ തന്നെ സെലക്ട് ചെയ്യുമ്പം ഈ വന്ന റിസൾട്ടുകളും അതിൻ്റെ ഇതിൽ പാസ്സായതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ബേസിലാണ് കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്ന് 45 ഡേയ്സിനുള്ളിൽ തന്നെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യണം, സപ്ലിമെൻ്ററി എക്സാമുകൾ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്. ബട്ട് ഇത് ഒഫീഷ്യലായിട്ട് യൂണിവേഴ്സിറ്റി സർക്കുലേഴ്സ് ഒന്നും ഇറക്കിയിട്ടില്ല. നമ്മളിത് ഒരു ന്യൂസ് പേപ്പറിലൂടെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമ്മളിപ്പം വെയിറ്റ് ചെയ്തിരുന്നതും കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ടുള്ള സർക്കുലർ വരാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും സപ്ലിമെൻ്ററി എക്സാമിനെ പറ്റിയിട്ടും ഒക്കെ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള സർക്കുലർ യൂണിവേഴ്സിറ്റികൾ ഇറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദെൻ മറ്റൊരു കാര്യമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ പറ്റിയിട്ട്. അതായത് ഫെയിൽ ആയിട്ടില്ല ബട്ട് മാർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള വിദ്യാർത്ഥികളെ ബേസ് ചെയ്തെടുത്തോളം അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഒഫീഷ്യലായിട്ടുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഉണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയുടെ കൂടെ തന്നെ എഴുതിയെടുക്കുകയാണോ എന്നുള്ളതൊന്നും വന്നിട്ടില്ല. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ടുള്ള സർക്കുലർ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ബട്ട് നിലവിലുള്ള അപ്ഡേറ്റ് പ്രകാരം എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് 45 ഡേയ്സിനുള്ളിൽ തന്നെ സപ്ലിമെൻ്ററി എക്സാമുകൾ നടത്തപ്പെടണം എന്നുള്ളതാണ് അപ്ഡേറ്റ്. ഒഫീഷ്യലായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് നിങ്ങളേക്കത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.